ഡയറ്റ് ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കുന്നത്. മെയിൻ്റനൻസ് കാലറി കണ്ടുപിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ്. ആദ്യം തന്നെ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ടായിരിക്കണം. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പം ബാത്റൂമിലൊക്കെ പോയി ഡ്രസ്സെല്ലാം അഴിച്ച് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്ന വെയിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റർ ഇൻ ദ ഡേ, അതായത് വൈകുന്നേരം അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ നേരത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരെ കഴിച്ച ഫുഡ്, കുടിച്ചിരുന്ന വെള്ളം, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വെയിറ്റ് ഒത്തിരി മാറും. ചിലപ്പോൾ നമ്മളൊരു ബിരിയാണിയെ കഴിച്ചിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്തിയെ കഴിച്ചിട്ട് ചെല്ലുന്നതെങ്കിൽ അതുപോലെ അത് ഭയങ്കരമായിട്ട് കയറി നിൽക്കും. അപ്പോൾ അതല്ല നമ്മുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ്. അപ്പോൾ രാവിലത്തെ ആ വെയിറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ബാത്റൂമിലൊക്കെ പോയി ഡ്രസ്സ് അഴിച്ച് വെച്ച് അതാണ് കറക്റ്റായിട്ടുള്ള വെയിറ്റ് എടുക്കുന്നത്. ആ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വെയിറ്റിനെ LBS അല്ലെങ്കിൽ പൗണ്ട്സ്, കിലോഗ്രാം ടു പൗണ്ട്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ കൺവേർട്ടർ വരും. അപ്പോൾ നിങ്ങളവിടെ നിങ്ങൾക്ക് കിട്ടിയ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് അവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ പൗണ്ട്സിലൊരു വാല്യൂ കിട്ടും. ആ പൗണ്ട്സിൽ കിട്ടിയ വാല്യൂ ഇനി അടുത്തത് പറഞ്ഞ കാലറീസിൽ 3 കേസസ് ഉണ്ട്. നിങ്ങളുടെ ജോലിയുടെ ഇൻറ്റൻസിറ്റി, തടിപ്പണിക്കാർ അല്ലെങ്കിൽ വാർക്കപ്പണിക്കാർ അല്ലെങ്കിൽ കർഷകർ, അത്രയും ഹെവി ആയിട്ട് ചെയ്യുന്നവരെയാണ് ഏറ്റവും ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത്രയും ഹൈ ആണ് നിങ്ങളുടെ ഇൻറ്റൻസിറ്റി എങ്കിൽ മാത്രം നിങ്ങൾക്ക് പൗണ്ട്സിൽ കിട്ടിയ വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 15 ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഒരു മീഡിയം ഇൻറ്റൻസിറ്റി ആണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 14 ചെയ്യുക. ഡെസ്ക് ജോബാണ്, ഒരനക്കോ ഇല്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നുള്ള ജോലിയാണെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ 13 അതിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്നൊരു കാലറീസ് ഉണ്ട്. ഇനി ഇത് മെയിൻ്റനൻസ് കാലറീസ് ആണോ? ഫൈനലി അല്ല. ഇത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് ആരോ കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ, അത് നമ്മളിവിടെ യൂസ് ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മൾ ഈ കാലറീസിൽ നമ്മൾ ഡയറ്റ് ഉണ്ടാക്കും. ആ ഡയറ്റ് ഉണ്ടാക്കി നിങ്ങൾ 2 വീക്സ് സ്ട്രെയിറ്റ് ആ ഡയറ്റ് തന്നെ ഫോളോ ചെയ്ത് എല്ലാ ദിവസവും രാവിലത്തെ വെയിറ്റ് എടുത്ത് വെക്കും. അപ്പോൾ എല്ലാ ദിവസത്തെ രാവിലത്തെ വെയിറ്റ് കൺസിസ്റ്റൻ്റ്ലി 14 ദിവസം എടുത്തു കഴിയുമ്പം ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് 70 കിലോ ആയിരുന്നു. ഫൈനലി 2 ആഴ്ച കഴിഞ്ഞ് ആവറേജ് എടുത്തപ്പം ഒരു 70.5 അല്ലെങ്കിൽ 69.8, ഇങ്ങനെ 1 കിലോ അങ്ങോട്ടും ഇല്ല 1 കിലോ ഇങ്ങോട്ടും ഇല്ല. അത്രയും ഒരു ഡിഫറൻസിലാണെങ്കിൽ ഓക്കെ, ഇതാണ് നിങ്ങളുടെ മെയിൻ്റനൻസ് എന്ന് കൺഫേം ചെയ്യാം. ഇനി അതല്ല 70 നിന്ന് ഒരു 72, 73 അങ്ങനെ കൂടിപ്പോയെങ്കിൽ ഇത് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി അല്ല. ആ കാലറി ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് വീണ്ടും ഒരാഴ്ചയും കൂടെ മോണിറ്റർ ചെയ്യണം. ഇനി കുറഞ്ഞു പോയെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് കാലറി കൂട്ടണം. എന്നിട്ട് വീണ്ടും ഒരാഴ്ചയും കൂടെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കാലറി അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നതാണ്. അതുവരെ നിങ്ങൾ സ്ട്രെയിറ്റ് ഡയറ്റ് ഇട്ട് കൂട്ടിയല്ല കുറച്ച് അങ്ങനെ പോകരുത്. മെയിൻ്റനൻസ് കാലറി കൺഫേം ചെയ്യണം. കാലറീസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്തേലും പ്രോട്ടീൻ വേണം, എന്തേലും കാർബോഹൈഡ്രേറ്റ് വേണം, എന്തേലും ഫാറ്റ്സ് വേണം. പ്രോട്ടീൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത് ചിലർ ഓവർ വെയ്റ്റ് ആയിരിക്കാം, ചിലർ അണ്ടർ വെയ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് ഹൈറ്റ് എത്ര സെൻറ്റിമീറ്റർ ആണോ അത്രയും ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ. എൻ്റെ കേസിൽ ഞാൻ 181 സെൻറ്റിമീറ്റർ ഉണ്ട്. 180 ഗ്രാംസ് ഓഫ് പ്രോട്ടീനാണ് എൻ്റെ ഐഡിയൽ പ്രോട്ടീനിൻ്റെ കാര്യം എടുത്തേക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫാറ്റ്സ് 0.4. അത് മൾട്ടിപ്ലൈഡ് ബൈ മുന്നേ നിങ്ങൾക്ക് കിട്ടിയ വെയിറ്റ് ഉണ്ടല്ലോ ഇൻ പൗണ്ട്സ്, അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന അത് എത്രയാണോ, അപ്പോൾ നോർമലി ഒരു 60-70 അതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. 0.4 മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ് ഇൻ പൗണ്ട്സ്, അതാണ് നിങ്ങളുടെ ഫാറ്റ്സ്. ഇനി നിങ്ങളുടെ ഓവറോൾ കാലറീസിൽ നിന്ന് മൈനസ് ചെയ്യുന്നത് മിച്ചം കിട്ടുന്ന എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ്. അതായത് ഒരു ഗ്രാം ഫാറ്റ്സ് എന്ന് പറയുന്നത് 9 കാലറീസ് ആണ്. മറ്റേത് രണ്ടും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 4 കാലറീസ് ആണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ 180 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത് കാലറി കൗണ്ടിൽ കണ്ടുപിടിക്കണമെങ്കിൽ 180 മൾട്ടിപ്ലൈഡ് ബൈ 4, അപ്പോൾ കാലറീസ് എത്രയാണെന്ന് കിട്ടും അതിൽ നിന്ന് വരുന്നത്. ഇനി ഫാറ്റ്സ് എനിക്കറിയാം 0.4 മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ് ഇൻ പൗണ്ട്സ്, കിട്ടിയ ഗ്രാം എത്രയാണോ അത് ഇൻറ്റു ഫാറ്റ്സ് ഞാൻ പറഞ്ഞു 9 കാലറിയാണ്, 9. അപ്പോൾ കിട്ടുന്ന കാലറീസ്, അപ്പം പ്രോട്ടീൻ്റെയും കാലറീസ് കിട്ടി, ഫാറ്റ്സിൻ്റെയും കാലറീസ് കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം 2000 ആണ് ടോട്ടൽ വരേണ്ടിയിരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 1500 ആയെങ്കിൽ അതിനർത്ഥം കാർബ് എനിക്ക് വേണ്ടത് 500 കാലറിയാണ്. അപ്പോൾ 500 കാലറി നമുക്കറിയാം, 1 ഗ്രാം കാർബ് എന്ന് പറയുന്നത് 4 കാലറിയാണ്. അപ്പം ഈ 500 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും കാർബ് കഴിക്കണം എന്ന് നമുക്ക് കണക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എത്ര ഗ്രാം പ്രോട്ടീൻ, ഫാറ്റ്സ്, കാർബ് വേണം എന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫുഡ് സെലക്ഷൻ. ഈ ബഡ്ജറ്റും ഫുഡ് സെലക്ഷനും പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഓൺലൈനിൽ ഒത്തിരി സാധനങ്ങൾ കണ്ടു കാണും, ഒത്തിരി ഷേക്ക് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അതിലിങ്ങനെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പറയുന്നത് കുറേ പീനട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും പക്ഷേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ ഫുഡുകളിൽ
നമുക്ക് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്ന ചാർട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ മൊത്തത്തിൽ നമുക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല, ഒരു ചെറിയ പോർഷൻ മാത്രമേ ഡൈജസ്റ്റ് ആകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്രയും പെർസെൻറ്റേജ് കിട്ടും. അതിൽ ഏറ്റവും ഹൈ ആയിട്ട് കിട്ടുന്നതിനാണ് ഹൈ അവൈലബിലിറ്റി, ഹൈ ബയോ അവൈലബിലിറ്റി ഉള്ള ഫുഡുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്നതാണ് വേ പ്രോട്ടീൻ, എഗ് വൈറ്റ്, ചിക്കൻ, അങ്ങനെ വരുന്നത്. അതിന് താഴോട്ട് വന്ന് ഒത്തിരി താഴെയാണ് നമ്മുടെ ഈ പറയുന്ന സോയ, നമ്മുടെ ലെൻറ്റിൽസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു എമൗണ്ട് ഓഫ് എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒത്തിരി സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന ഹൈ ലെവൽ പ്രോട്ടീൻസിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഈ 180 ഗ്രാം പ്രോട്ടീനിൽ അറ്റ്ലീസ്റ്റ് ഒരു 75%, ഒരു പറയുകയാണെങ്കിൽ ഒരു 130-140 ഗ്രാമെങ്കിലും ഞാൻ പ്രൈമറി സോഴ്സിൽ നിന്ന് തന്നെ എടുക്കും. പ്രൈമറി എന്ന് പറയുമ്പം ടോപ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പുള്ള ഫുഡുകൾ, വേ പ്രോട്ടീൻ, എഗ് വൈറ്റ്, ചിക്കൻ ബ്രസ്റ്റ് എന്നില്ല, ഹോൾ ചിക്കൻ, ബീഫ്, ഫിഷുകൾ, ഇങ്ങനത്തെ സോഴ്സിൽ നിന്ന് തന്നെ മാക്സിമം അത്രയും ഫില്ല് ചെയ്യാൻ നോക്കുക. പിന്നെ ഫാറ്റ്സ് വരുമ്പം ഇവിടെയാണ് നമ്മൾ പീനട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പീനട്ട് ബട്ടർ, ഇതൊന്നും പ്രോട്ടീൻ അല്ല, ഫാറ്റ് സോഴ്സ് ആണ്. പിന്നെ ഹോൾ ചിക്കനൊക്കെ കഴിക്കുന്നെങ്കിൽ ഓൾറെഡി കുറേ ഫാറ്റ്സ് അതിൽ നിന്ന് ഫില്ലായി പോകും. പിന്നെ രണ്ടാമത്തെ വരുന്നത് ഒലീവ് ഓയിൽ നല്ലൊരു ചോയ്സാണ്. പിന്നെ അവക്കാഡോ നല്ലൊരു ചോയ്സാണ്. ഗീ നല്ലൊരു ചോയ്സാണ്. ഇനി മിച്ചമുള്ള കാർബിൻ്റെ ഏറ്റവും ടോപ്പ് ഫുഡുകൾ എന്ന് പറയുന്നത് റൈസ്. മട്ട റൈസ് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, പക്ഷെ അതും മെഷർ ചെയ്ത് ഒരളവിലായിരിക്കണം. പക്ഷെ ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ള ബസ്മതി റൈസാണ്, അതാണ് എനിക്ക് താല്പര്യം. പിന്നെ പൊട്ടാറ്റോസ് ഉണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോസ് ഉണ്ട്, ചപ്പാത്തി കഴിക്കാം, പഴം കഴിക്കാം, ഫ്രൂട്ട്സ് മിക്കതും തന്നെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. പിന്നെ പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കുന്ന ഫുഡിൽ ഒരു ഫ്രൂട്ട് സോഴ്സ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം സാധാരണ നമ്മുടെ കാർബ് ഫുഡുകൾ, നമ്മുടെ റൈസ്, അങ്ങനത്തെ ഫുഡുകൾ, റൈസ്, പൊട്ടാറ്റോ, ഇതെല്ലാം എനർജി റിലീസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടെ ഫാസ്റ്ററാണ്. പക്ഷേ ഫ്രൂട്ട്സിൻ്റെ എനർജി വേറൊരു രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോ റിലീസിങ് ആണ്. നമ്മുടെ വർക്കൗട്ട് നടക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എനർജി ഇങ്ങനെ കുറച്ചാണെങ്കിൽ പോലും കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പ്രീ വർക്കൗട്ട് ഫുഡുകൾ ഉണ്ടാക്കുമ്പം ഒരു നോർമൽ കാർബ് സോഴ്സ്, അതായത് ഇപ്പോൾ ഓട്സ് ആയിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പഴം, അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പിലെ ട്രാൻസ്പോണ്ടേഴ്സ്, അതായത് എനർജി ട്രാൻസ്പോണ്ട് ചെയ്യുന്ന ഫുഡുകളെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് വെച്ച് നിങ്ങളുടെ കാലറി കണ്ടുപിടിക്കുക, ഫാറ്റ്സ്, പ്രോട്ടീൻ എല്ലാം കണ്ടുപിടിച്ചെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെ ട്രാക്ക് ചെയ്യാം, അതെങ്ങനെ ഡയറ്റായിട്ട് ഫുഡാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം.